2 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴയ്ക്ക് ശേഷം മൂന്നാമത്തെ ദിവസത്തെ വെയില് ഒരു പ്രത്യേക സുഖമുള്ള പരിപാടിയാണ്. അങ്ങനെ ഇന്ന് മോനെ സ്കൂളിൽ പറഞ്ഞു വിട്ട ശേഷം ഞാൻ മുറ്റത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു കുറച്ച് നല്ല വെയിൽ കൊള്ളാനായിട്ട്. മഴയാണോ വെയിലാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൂടുതൽ മഴ പെയ്യുമ്പോൾ തോന്നും ആ സൂര്യൻ ഒന്ന് ഇങ്ങ് വന്നിരുന്നെങ്കിലെന്ന്, കൂടുതൽ വെയിലടിക്കുമ്പോൾ തോന്നും ഒന്ന് മഴ പെയ്തിരുന്നെങ്കിലെന്ന്. പറഞ്ഞു വന്നപ്പോൾ അതൊരു കവിതയിലെ വരികൾ പോലെയായി. പതിവിലും എനർജി കുറവുള്ള ദിവസമാണ്, അതുകൊണ്ട് കുറച്ച് വെള്ളവും കുറച്ച് സുഗന്ധവും ഒക്കെ വെച്ചങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അതിനുള്ളിൽ കുറച്ച് ബേസിക് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വെജിറ്റബിൾസ് കൊണ്ടുവരുന്ന ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. കുറെ നാളായി ആളിങ്ങോട്ട് വന്നിട്ട്. അത് കഴിഞ്ഞ് ഇക്കാക്കയും വൈഫും വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ എന്റെ കിളിക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനത്തിനാണ് ആളെത്തിയത്. ഞാൻ ജനിക്കുന്ന ടൈമില് എന്റെ ഇക്കാക്കക്ക് അനിയത്തിപ്രാവിനെ വേണം എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു എന്ന്. അങ്ങനെ ഞാൻ ജനിച്ചപ്പോ അനിയത്തിപ്രാവ് കിട്ടിയെന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നാണ് എന്റെ പാരന്റ്സ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞാനൊരു അനിയത്തിപ്രാവായി മാറി. ഇതിപ്പോ ഇവിടെ പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ ഓർമ്മ വന്നപ്പോ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് ആള് പോയി. ഈ കഴിഞ്ഞ ഫ്രൈഡേ ബെഡ്ഷീറ്റ്സ് ഒന്നും മാറ്റാൻ സമയം കിട്ടിയില്ല. ഇന്നായിരുന്നു ഇത്തിരി സമയം കിട്ടിയത്. അപ്പൊ ഇത് ഗ്രാൻഡ് ഹോം എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിന്റെ ബെഡ്ഷീറ്റ് ആൻഡ് കംഫർട്ട് സെറ്റ് ആണ്. എന്റെ കയ്യിൽ ഇപ്പൊ ടോട്ടലി ഒരു 5 കംഫർട്ട് സെറ്റ് ഉണ്ടായിരിക്കും. ഈ 5 കംഫർട്ട് സെറ്റും ഗ്രാൻഡ് ഹോമിന്റെതാണ്. റൂം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് സെറ്റ് ആയിട്ട് കംഫർട്ടും ബെഡ്ഷീറ്റും ഒക്കെ എങ്ങനെയാ നല്ല ക്വാളിറ്റിയിൽ വാങ്ങുന്നതെന്ന്. മീഷോയിലും ആമസോണിലൊക്കെ ഒത്തിരി വെറൈറ്റീസ് കിട്ടും. വെറുതെ ഷോയ്ക്ക് ഇടാൻ വേണ്ടി മാത്രമല്ല, ഇതൊക്കെ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങണം. ഈ റൂമിൽ മാത്രമേ നമുക്ക് AC വെച്ചിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഇവിടെ കംഫർട്ട് സെറ്റ് ഒക്കെ ഇട്ടിട്ട് കിടക്കാൻ നല്ല സുഖമാണ്. ഇവരുടെ കംഫർട്ട് സെറ്റ് എല്ലാം തന്നെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കമന്റിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്താം.